നമസ്കാരം. കേരള കോൺഗ്രസ് എം വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങുന്നുവെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന അവസ്ഥയിലെത്തി. LDF-ലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ താലോലിക്കപ്പെടുന്ന ഒരു സഖ്യകക്ഷിയാണ് കേരള കോൺഗ്രസ് എം. കാരണം മധ്യ തിരുവിതാംകൂർ പ്രദേശത്തെ ക്രിസ്തീയ വോട്ടുകളെ ലക്ഷ്യമാക്കി അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് എമ്മിനെ LDF കൂടെ കൂട്ടിയത്. അത് തീർച്ചയായിട്ടും CPM-ൻ്റെ തന്നെ ഒരു അജണ്ടയായിരുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ സാധ്യത വളരെ പരിമിതമാണെന്നും UDF-ൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്നും പൊതുവിൽ ഒരു ധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായി ഈ സമീപകാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഫലം അത് ആ ധാരണയെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ കേരളത്തിലെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നതും അതുതന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നുവോ അവർ അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജയിക്കും. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതേ ഉള്ളൂ. ഇത് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലം മാത്രം. എന്തു തന്നെയാണെങ്കിലും രാഷ്ട്രീയം കണക്കുകൂട്ടലുകളുടെ ഒരു ഗെയിം കൂടിയാണ്. എന്തായാലും ജോസ് കെ മാണിക്ക് സംസ്ഥാനത്ത് ഒരു മന്ത്രിയാകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ അഭിലാഷമാണ്. അദ്ദേഹത്തിനുള്ള യോഗ്യതയുമുണ്ട്. കാര്യം പാർട്ടി ചെയർമാനാണ്, KM മാണിയുടെ മകനുമാണ്. കേരള കോൺഗ്രസ് നാളെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ LDF അധികാരത്തിലും വന്നു കഴിഞ്ഞാൽ അവിടെ ജോസ് കെ മാണി ഉണ്ടെങ്കിൽ അത് 2 മന്ത്രിമാർ എന്നുള്ള ഒരു സമവാക്യത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം റോഷി അഗസ്റ്റിൻ ഇപ്പോൾ LDF-ൻ്റെ ഏറ്റവും വലിയ വാത്സല്യ പുത്രനുമാണ്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും കൂടി ഇരിക്കുന്ന ഈ മധ്യമേഖല LDF-ൻ്റെ മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റൻ ഇപ്പോൾ ജോസ് കെ മാണി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജാഥയ്ക്കിടയ്ക്കാണ് ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ഒരു മാധ്യമ സമ്മേളനത്തിൽ പ്രകടമാകുന്ന ഒരു ചിത്രം. അതിൽ ആത്മവിശ്വാസമില്ലാതിരിക്കുന്ന ജോസ് കെ മാണിയും അമിത ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന റോഷി അഗസ്റ്റിനുമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ സമീപ കാലഘട്ടത്തിൽ ജോസ് കെ മാണി UDF-വുമായി വളരെ തകൃതിയായ ചർച്ച നടക്കുകയും UDF-ലേക്ക് ചേരുന്ന ഒരവസ്ഥ എത്തുകയും ചെയ്തപ്പോഴാണ് അതിനെ റോഷി അഗസ്റ്റിൻ അട്ടിമറിച്ചത്. അതിന് LDF-ൻ്റെ എല്ലാ പിന്തുണയും, വിശേഷിച്ചും CPM-ൻ്റെ എല്ലാ പിന്തുണയും റോഷി അഗസ്റ്റിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ആ പദ്ധതിയെ റോഷി അഗസ്റ്റിൻ പൊളിച്ചത്. ഈ അടുത്തിടെ റോഷി അഗസ്റ്റിൻ പറയുകയുണ്ടായി, ജോസ് കെ മാണി പാലയിൽ മത്സരിച്ച് പാല തിരിച്ചു പിടിക്കും. ഈ സമീപകാലത്താണ് റോഷി അഗസ്റ്റിൻ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുകയും പാലാ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ചുപിടിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ തൊട്ടു പിന്നാലെ ജോസ് കെ മാണി അത് തിരുത്തുകയുണ്ടായി. അത് റോഷി അഗസ്റ്റിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ വികാരത്തള്ളിച്ചയിൽ പറഞ്ഞതാണ് എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു, അത് വികാരത്തള്ളിച്ചയിലോ ആലോചിക്കാതെ പറഞ്ഞതല്ല, വ്യക്തമായി ആലോചിച്ചിട്ടാണ് താൻ പറയുന്നത്. തനിക്ക് 96 മുതലുള്ള രാഷ്ട്രീയ പാരമ്പര്യവും തെരഞ്ഞെടുപ്പ് ചരിത്രവും തൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് വളരെയധികം ആലോചിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, നേതൃത്വമാണെങ്കിൽ അതിന് ആത്മവിശ്വാസം ഉണ്ടാവണം. ആത്മവിശ്വാസമില്ലെങ്കിൽ അത് നേതൃത്വവുമല്ല. ഇത് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമില്ലാത്ത ജോസ് കെ മാണിയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി റോഷി അഗസ്റ്റിൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. കാരണം UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചതോടുകൂടി CPM-ൻ്റെയും LDF-ൻ്റെയും
നല്ല കുട്ടി എന്നുള്ള പട്ടികയിൽ നിന്ന് ജോസ് കെ മാണി പുറത്താവുകയും ആ സ്ഥലത്തേക്ക് റോഷി അഗസ്റ്റിൻ കടന്നു വരികയും ചെയ്തു. ഇതിൽ നാം കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വന്തം പ്രാഗത്ഭ്യം തെളിയിച്ചുകൊണ്ട് നേതൃനിരയിലേക്ക് വന്ന വ്യക്തിയാണ് റോഷി അഗസ്റ്റിൻ. കെ എം മാണിയുടെ ഏറ്റവും വത്സല രാഷ്ട്രീയ പുത്രൻ. ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പുത്രനായതിനാൽ മാത്രമാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും അതിൻ്റെ നേതൃത്വത്തിലേക്കും വരുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ നേതൃപാടവം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടോ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് കൊണ്ടോ ഒന്നുമല്ല. വന്ന നാൾ മുതൽ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ എംപിയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജോസ് കെ മാണി കൂടുമാറ്റം, അതായത് LDFിൽ നിന്ന് UDFിലേക്കുള്ള മാറ്റം, അതിനുള്ള പദ്ധതി തയ്യാറാക്കിയപ്പോൾ അതിനെ റോഷി അഗസ്റ്റിൻ ടോർപ്പിഡോ വെച്ചതും ഈ നേതൃത്വത്തിന് കോൺഫിഡൻസ് ഇല്ല എന്ന് പരോക്ഷമായി റോഷി അഗസ്റ്റിൻ പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തൻ്റെ എല്ലാമായ നേതാവ് KM മാണി സാറാണ്. അത് വളരെ ബോധപൂർവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നതിനിടയിൽ ആ ആത്മവിശ്വാസത്തിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. കാരണം എല്ലാ അർത്ഥത്തിലും തൻ്റെ നേതാവ് KM മാണി സാറാണ്. ആ മാണി സാർ നയിച്ച വഴിയിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നത് എന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടത് മറ്റൊന്നുകൂടിയുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ വിലപിടിപ്പുള്ള സ്ഥലങ്ങളിലൊന്നാണ് തലസ്ഥാന നഗരിയിലെ ജവഹർ നഗർ, അതല്ലെങ്കിൽ കവടിയാർ. അവിടെയാണ് 25 സെന്റ് സ്ഥലം KM മാണിയുടെ സ്മാരകത്തിന് വേണ്ടിയിട്ട് നീക്കിവെക്കപ്പെട്ടത്. അതാകട്ടെ UDFിലേക്ക് ജോസ് കെ മാണിയും കൂട്ടരും മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനെ തുരങ്കം വെച്ചതിന് ശേഷമാണ് ഈ സ്മാരകത്തിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അതിൻ്റെ പിന്നിലും റോഷി അഗസ്റ്റിനാണ്. അപ്പൊ ഈ രീതിയിൽ KM മാണിയെ തന്നെ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ KM മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് താൻ നയിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നടത്തിയിരിക്കുന്നത്. പഴയ പറച്ചിൽ, അതായത് കേരള കോൺഗ്രസ് വളരുകയാണ്, വളരും തോറും പിളർന്നുകൊണ്ടിരിക്കും, അങ്ങനെ വളർച്ചയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗം നീങ്ങുന്നു.